വെൽക്കം ബാക്ക് ടു നെക്സ്റ്റ് സെഷൻ. പ്രോഗ്രാം മാനേജ്മെൻ്റ് ആണ് ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് വരുന്ന ടേം എന്ന് പറയുന്നത് പ്രൊജക്റ്റ് മാനേജ്മെൻ്റ് ആണ്. സോ പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഓർഗനൈസേഷൻ്റെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ളൊരു എൻഡവർ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ടെമ്പററി ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്ന ഒന്നാണ് പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനൊരു പെർട്ടിക്കുലർ ടൈം പീരീഡ് ഉണ്ടാവും ഇൻ ഓർഡർ ടു കംപ്ലീറ്റ് ദിസ്. സോ വെൻ വി സ്റ്റാർട്ട് ദ പ്രൊജക്റ്റ് അതിൻ്റെ എയിം അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ആ ഒരു പ്രൊജക്റ്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ചെയ്യും. ഇപ്പോൾ പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അവിടെ നോളജിൻ്റെ ആപ്ലിക്കേഷൻ, സ്കിൽസ്, ടൂൾസ്, ടെക്നിക്സ്, അതേപോലെ തന്നെ ഒരുപാട് മെറ്റീരിയൽസ്, മെഷീനറീസ്, ഇങ്ങനെ എല്ലാത്തിൻ്റെയും ഒരു ഈക്വൽ ബ്ലെൻഡ്, ഇതിൻ്റെ എല്ലാം ഒരു ഈക്വൽ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇൻ ഓർഡർ ടു കംപ്ലീറ്റ് എ പ്രൊജക്റ്റ് സക്സസ്ഫുള്ളി നമുക്കതിന് വേണ്ടി ആവശ്യമാണ്. അപ്പോൾ ഒരു പ്രൊജക്റ്റ് എന്ന് പറയുന്നതിന് 4-5 പ്രോസസ്സ് ഗ്രൂപ്പുകളാണുള്ളത്. അതായത് അത് ആദ്യം അതിൻ്റെ ഇനീഷ്യേറ്റീവ് എടുക്കണം. നമ്മൾ പ്രൊജക്റ്റ് എന്തിനു വേണ്ടി ചെയ്യണം, എന്താണ് ഒരു പ്രൊജക്റ്റിലൂടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ. സോ ഇനീഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വാട്ട് ഇസ് ടു ബി ഡൺ ഇൻ എ പ്രൊജക്റ്റ്, അത് ഏത് മെത്തേഡ്സ് യൂസ് ചെയ്ത്, എന്ത് മെത്തഡോളജി അതിന് വേണം, എന്തുമാത്രം ഫിനാൻസ് വേണം തുടങ്ങി A to Z കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യണം, ആ പ്രൊജക്റ്റിനെ കുറിച്ച് പ്ലാൻ ചെയ്യണം. സോ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് പ്ലാനിങ് ആണ്. അതിനുശേഷം ആസ് പെർ ദ പ്ലാൻ വി ഹാവ് ടു എക്സിക്യൂട്ട് ദ പ്രൊജക്റ്റ്, ദെൻ അതിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത്. സോ പ്ലാനിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള ഡീവിയേഷൻസ് പ്രൊജക്റ്റിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റേജിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് പ്രോപ്പറായ രീതിയിൽ അതിനെ നമ്മൾ കറക്റ്റീവ് മെഷേഴ്സ് എടുക്കുക. അതിനുശേഷം ഫൈനലി ക്ലോസ് ചെയ്യാം. അങ്ങനെയാണ് പ്രൊജക്റ്റിൻ്റെ 5 സ്റ്റേജസ് വരുന്നത്. സോ ഈ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് പലതരത്തിലുള്ള എലമെൻറ്റ്സ് ഈക്വലി ബ്ലെൻഡ് ആവുമ്പോഴേ സക്സസ് ആവുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞു. അതിനെയാണ് അതിൻ്റെ നോളജ് ഏരിയാസ് എന്നുള്ളത് കൊണ്ട് അവിടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട് ഉദ്ദേശിക്കുന്നത്. സോ പ്രൊജക്റ്റിൻ്റെ നോളജ് ഏരിയാസ് എന്ന് പറയുമ്പോൾ പ്രൊജക്റ്റ് ഇൻ്റഗ്രേഷൻ മാനേജ്മെൻറ്റ് വരുന്നുണ്ട്, അതിൻ്റെ സ്കോപ്പ് മാനേജ്മെൻറ്റ്, ടൈം എന്ന് പറയുന്നത് ഒരു ടൈം ബൗണ്ടറിയിലാണ് നമ്മളത് ചെയ്യുന്നതെന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ദെൻ കോസ്റ്റ് മാനേജ്മെൻറ്റ്, ക്വാളിറ്റി മാനേജ്മെൻറ്റ്, HR മാനേജ്മെൻറ്റ്, കമ്മ്യൂണിക്കേഷൻസ് മാനേജ്മെൻറ്റ്, റിസ്ക് മാനേജ്മെൻറ്റ്, പ്രൊക്യൂർമെൻറ്റ്. ഇത്രയധികം എലമെൻറ്റ്സ് എന്ന് പറയുന്നത് നോളജ് ഏരിയാസ് ആയിട്ട് പ്രൊജക്റ്റിലുണ്ട്. ഇത് ഈക്വലി നമ്മൾ റിക്വയർമെൻറ്റിനനുസരിച്ച് മാനേജ് ചെയ്താൽ മാത്രമാണ് ആ ഒരു സ്റ്റിപ്പുലേറ്റഡ് ടൈം ഫ്രെയിമിനുള്ളിൽ തന്നെ പ്രൊജക്റ്റ് അതിൻ്റെ എയിം അച്ചീവ് ചെയ്തുകൊണ്ട് തന്നെ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും സക്സസ്ഫുള്ളി. സോ ദിസ് ഈസ് വാട്ട് പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ്. പിന്നീട് പ്രൊമോഷൻ എന്ന് പറയുന്ന ഒരു ടേം അതിൽ പറയുന്നുണ്ട്. പ്രൊമോഷൻ എന്താണെന്നുള്ളത് ഓൾറെഡി ആസ് യു ഓൾ നോ ദാറ്റ് നമുക്ക് പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് എന്ന് പറയുന്നത് ഓൺ ടൈം തന്നെ കൺസ്യൂമേഴ്സിലേക്ക് ഡെലിവറി ചെയ്യുന്നതിനോടൊപ്പം ഇതേക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ്, എങ്ങനെ ആ പ്രൊഡക്റ്റ്, എന്തിനു വേണ്ടി ആ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യണം, ആ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് അവരെ പേഴ്സ്വേഡ് ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യാവുന്നത് എന്തൊക്കെയാണ്, ഇതാണ് പ്രൊമോഷൻ ആൻഡ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. സോ ദെൻ നെക്സ്റ്റ് വരുന്നത് ക്വാളിറ്റി എന്ന് പറയുന്നൊരു ടേമാണ്. സോ നോർമൽ കേസിൽ നമ്മൾ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ എന്താ, ഫിറ്റ്നസ് ഫോർ യൂസ് എന്ന് പറയും അല്ലേ. അപ്പോൾ ഈ ക്വാളിറ്റി എന്ന് പറയുന്നത് ക്യാൻ ബി ഡിഫൈൻ ത്രൂ ഡിഫറെൻറ്റ് അപ്രോച്ചസ്. ഏതൊക്കെ രീതികളിൽ ക്വാളിറ്റിയെ നമുക്ക് അപ്രോച്ച് ചെയ്യാം എന്നുള്ളതാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ക്വാളിറ്റിയെ നമുക്ക് ഏതൊക്കെ രീതികളിൽ അപ്രോച്ച് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു ക്വാളിറ്റി എന്ന് പറയുന്ന ടേമിൽ വരുന്നത്. സോ നമ്മളൊരു ഐഡിയൽ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നതിന് എപ്പോഴും ഒരു ഓവറോൾ കണ്ടീഷൻ ഓഫ് എക്സലൻസ് ഉണ്ടായിരിക്കണം. അതാണ് ഫസ്റ്റ് ക്വാളിറ്റി അപ്രോച്ചിൽ പറയുന്നത്. ഓവറോൾ എക്സലൻ്റ് ആണെങ്കിൽ, എല്ലാ രീതികളിലും ആ പ്രൊഡക്റ്റ് എക്സലൻ്റ് ആണെങ്കിലേ അതിന് ട്രാൻസെൻഡൻറ്റ് ക്വാളിറ്റി ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് അപ്രോച്ച്. ആൻഡ് ദ സെക്കൻഡ് തിങ് ഇസ് പ്രൊഡക്റ്റ് ബേസ്ഡ് ക്വാളിറ്റി എന്നുള്ളതാണ്. സോ എന്താണ് പ്രൊഡക്റ്റ് ബേസ്ഡ് ക്വാളിറ്റി? ദറ്റ് ഈസ് പ്യുവർലി ബേസ്ഡ് ഓൺ ദി പ്രൊഡക്റ്റ് ആട്രിബ്യൂട്ട്. ഒരു പ്രൊഡക്റ്റിൻ്റെ ആട്രിബ്യൂട്ടിൻ്റെ ബേസിസിൽ വരുന്നതാണ് എന്ത്, പ്രൊഡക്റ്റ് ബേസ്ഡ് ക്വാളിറ്റി. സോ വി ഷുഡ് നോ ദാറ്റ് വാട്ട് ഈസ് ആട്രിബ്യൂട്ട് ഓഫ് എ പ്രൊഡക്റ്റ് അല്ലേ. അപ്പോൾ പ്രൊഡക്റ്റ് ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ദാറ്റ് ഈസ് എ സ്പെസിഫിക് ക്യാരക്ടറിസ്റ്റിക് ആൻഡ് വിച്ച് ഡിഫൈൻസ് എ പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് ആൻഡ് ഇറ്റ് വിൽ അഫക്റ്റ് എ കൺസ്യൂമേഴ്സ് പർച്ചേസ് ഡിസിഷൻ ടു. എന്തിനൊരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യണം എന്ന്, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് ആ കൺസ്യൂമറെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എന്ത് ക്യാരക്ടറിസ്റ്റിക് ആണോ അല്ലെങ്കിൽ എന്ത് ഫീച്ചറാണോ ഒരു പ്രൊഡക്റ്റിനുള്ളത്, ദാറ്റ് ഈസ് നോൺ ആസ് ദ ആട്രിബ്യൂട്ട് ഓഫ് എ പ്രൊഡക്റ്റ്. സോ പ്രൊഡക്റ്റ് ബേസ്ഡ് ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ,
ഒരു പ്രൊഡക്റ്റിൻ്റെ ആട്രിബ്യൂട്ടിൻ്റെ ബേസിസിലുള്ള ക്വാളിറ്റി ആയിട്ടാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ആൻഡ് തേർഡ് ക്വാളിറ്റി എന്ന് പറയുന്നതാണ് യൂസർ ബേസ്ഡ് ക്വാളിറ്റി, ദാറ്റ് ഈസ് ദ ഫിറ്റ്നസ് ഫോർ യൂസ്. അപ്പോൾ അവിടെ എന്താ, നമുക്ക് യൂസ് ചെയ്യാനായിട്ട് ഫിറ്റ് ആണോ അല്ലയോ. ഇപ്പോൾ നമ്മളൊരു ചെയർ വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ അതുകൊണ്ട് കാര്യമില്ലല്ലോ. അപ്പോൾ എന്ത് പർപ്പസിന് അത് പർച്ചേസ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് അത് കംപ്ലീറ്റ് ആയിട്ട് സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതിന് മുൻപത്തത് എന്താ, പ്രൊഡക്റ്റ് ബേസ്ഡ് ക്വാളിറ്റി. സോ അവിടെ എന്താ പറയുന്നത്, നമുക്ക് എന്തെങ്കിലും ഒരു ഫീച്ചർ ഉണ്ടാവണം നമ്മളൊരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ അല്ലേ. അപ്പോൾ ആ ഒരു ഫീച്ചർ നമ്മളെ അതിലേക്ക് അട്രാക്റ്റ് ചെയ്യണം എന്നുള്ളതാണ് ആട്രിബ്യൂട്ട് ബേസ്ഡ് ക്വാളിറ്റിയിൽ പറയുന്നത്. ആൻഡ് ദെൻ ഫോർത്ത് വൺ ഇസ് മാനുഫാക്ചറിങ് ബേസ്ഡ് ക്വാളിറ്റി. ദാറ്റ് മീൻസ് ദ കൺഫോമൻസ് ടു റിക്വയർമെൻറ്റ്സ്. ഇപ്പോൾ നമ്മളിപ്പോൾ ചെയറിൻ്റെ കേസ് തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പല തരത്തിലുള്ള ഫീച്ചേഴ്സുള്ള ചെയർസ് ഉണ്ടാവും അല്ലേ. അതിൻ്റെ മാനുഫാക്ചറിങ് സ്റ്റേജിലാണ് നമ്മളുടെ ഈ ഫീച്ചേഴ്സൊക്കെ കസ്റ്റമൈസ് ചെയ്യുന്നതും ആഡ് ചെയ്യുന്നതും എല്ലാം തന്നെ. അപ്പോൾ നമുക്കിപ്പോൾ സ്റ്റഡി ടേബിളാണ് വേണ്ടതെങ്കിൽ അവർ തരുന്നത് സ്റ്റഡി ചെയറാണ് വേണ്ടതെങ്കിൽ തരുന്നത് നോർമൽ ചെയർ ആണെങ്കിലോ ആ ഒരു നമ്മളുടെ റിക്വയർമെൻറ്റ്സിനനുസരിച്ചല്ല അതിൻ്റെ മാനുഫാക്ചറിങ് നടന്നിട്ടുള്ളതെന്ന് നമുക്ക് പറയാൻ പറ്റും. സോ മാനുഫാക്ചറിങ് ബേസ്ഡ് ക്വാളിറ്റി എന്ന് പറയുന്നത് റിക്വയർമെൻറ്റ്സിനെ കൺഫേം ചെയ്യുക എന്നുള്ളതാണ്. അത്തരത്തിലുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റിന് എന്തുണ്ട്, മാനുഫാക്ചറിങ് ബേസ്ഡ് ക്വാളിറ്റി ഉണ്ട്. അതർവൈസ് നമ്മളുടെ റിക്വയർമെൻറ്റ്സിനനുസരിച്ചല്ല അതിൻ്റെ മാനുഫാക്ചറിങ് പോയിരിക്കുന്നതെങ്കിൽ അതിനെന്തില്ല, മാനുഫാക്ചറിങ് ബേസ്ഡ് ക്വാളിറ്റി ഇല്ല. ദെൻ ഫിഫ്ത്ത് വൺ എന്ന് പറയുന്നത് വാല്യൂ ബേസ്ഡ് ക്വാളിറ്റിയാണ്. ദാറ്റ് മീൻസ് ദ ഡിഗ്രി ഓഫ് എക്സലൻസ് അറ്റ് ആൻ അക്സെപ്റ്റബിൾ പ്രൈസ്. നമുക്ക് ഒരു പ്രൊഡക്റ്റ് നോർമലി നമുക്ക് എല്ലാവർക്കും എക്സ്പീരിയൻസ് ഉണ്ടാവും. ഒരു പ്രൊഡക്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റിന് അതിൻ്റെ പ്രൈസിന് ഇക്വലൻ്റ് ആയിട്ടുള്ള വാല്യൂ ഇല്ല എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിന് മുതലാവില്ല എന്നൊക്കെയുള്ള രീതിക്ക്, അല്ലെങ്കിൽ ഈ പ്രൈസിനുള്ളതൊന്നും ആ പ്രൊഡക്റ്റ് ഇല്ല എന്നൊക്കെ നമ്മൾ പറയുന്ന പല സിറ്റുവേഷൻസ് ഉണ്ടാവാം. സോ ഇതിനെയാണ് നമ്മൾ വാല്യൂ ബേസ്ഡ് ക്വാളിറ്റി എന്ന് പറയുന്നത്. ഒരു അക്സെപ്റ്റബിൾ പ്രൈസിൽ നമ്മളൊരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കൊടുത്ത പ്രൈസിന് ഇക്വലൻറ്റ് വാല്യൂ ഇൻ റിട്ടേൺ ഫ്രം ദാറ്റ് പ്രൊഡക്റ്റ് നമുക്ക് കിട്ടണം. അപ്പോൾ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റിന് എന്തില്ല, വാല്യൂ ബേസ്ഡ് ക്വാളിറ്റി ഇല്ല. ഇഫ് സോ ഉണ്ടെങ്കിൽ അതിന് വാല്യൂ ബേസ്ഡ് ക്വാളിറ്റി ഉണ്ട്. നെക്സ്റ്റ് വരുന്ന ടേം എന്ന് പറയുന്നത് ക്വാളിറ്റി പ്രോഗ്രാംസ് ആണ്. സോ ക്വാളിറ്റി പ്രോഗ്രാംസ് എന്ന് പറയുന്നത് നോർമലി ഓർഗനൈസേഷൻസിലൊക്കെ കോമൺ ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന കുറച്ച് 2-3 ക്വാളിറ്റി പ്രോഗ്രാംസ് ആണ്. സോ TQM ഉണ്ട്, TQE ഉണ്ട്, TQC ഉണ്ട്, കേട്ടിട്ടുണ്ടാവാം ഇതൊക്കെ. സോ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ലോങ് ടേം സക്സസ് എന്ന് പറയുന്നത് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനിലൂടെ എങ്ങനെ ഗെയിൻ ചെയ്യാം എന്നുള്ളതിനുള്ള കുറേയധികം പ്രാക്ടീസസ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതാണ് TQM അല്ലെങ്കിൽ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ്. ആൻഡ് TQE എന്ന് പറയുമ്പോൾ ക്വാളിറ്റി എൻജിനീയറിംഗ് ആണ് വരുന്നത്. സോ നമ്മളൊരു പ്രൊഡക്റ്റിനെ അതിൻ്റെ കംപ്ലീറ്റ് ക്വാളിറ്റിയിലും ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ് ആ ഒരു എയിമിൽ പറയുന്നത്, ആ ഒരു പ്രോഗ്രാമിൻ്റെ എയിം ആയിട്ട് പറയുന്നത്. ആൻഡ് ടോട്ടൽ ക്വാളിറ്റി കൺട്രോൾ ഉണ്ട് TQC. സോ ക്വാളിറ്റി മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് എല്ലാ ഏരിയയിലും അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് അവിടെ നമ്മൾ മെയിനായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് വാട്ട് ക്വാളിറ്റി പ്രോഗ്രാംസ്. ദെൻ റിവേഴ്സ് ലോജിസ്റ്റിക്സ് ഉണ്ട്. റിവേഴ്സ് ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി നിങ്ങൾ ലോജിസ്റ്റിക്സിൻ്റെ ക്ലാസ്സിലൊക്കെ പലതവണ ഫെമിലിയർ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. സോ ഇവിടെ കൺസ്യൂമേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന റിവേഴ്സ് ഫ്ലോ ആണ് പ്രൊഡക്ട്സ് ആൻഡ് മെറ്റീരിയൽസിൻ്റെ. അത് റിട്ടേൺ ആവാം, റിപ്പയർ ആവാം, റീസൈക്ലിങ്ങിനാവാം, അങ്ങനെ പല പർപ്പസുകൾക്ക് വേണ്ടിയിട്ടും. അപ്പോൾ ഫോർവേഡ് ലോജിസ്റ്റിക്സ് ആണ് ഈ ബിസിനസ്സിൽ നിന്ന് കൺസ്യൂമേഴ്സിലേക്ക് വരുന്നത്, അതിന് പറയുന്നത്, അല്ലെങ്കിൽ നോർമലി ലോജിസ്റ്റിക്സ് എന്ന് നമ്മൾ പറയും. ആൻഡ് റിവേഴ്സ് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത് എങ്ങനെ വരും, കൺസ്യൂമേഴ്സിൻ്റെ സൈഡിൽ നിന്ന് ബിസിനസ്സിലേക്ക് വരുന്ന മൂവ്മെൻ്റ് ആണ്. അതിൻ്റെ പർപ്പസാണ് നമ്മൾ ഈ പറഞ്ഞ റീപ്ലേസ് ചെയ്യാനും റീസൈക്കിൾ ചെയ്യാനോ അല്ലെങ്കിൽ റിട്ടേണിന് വേണ്ടി, റിപ്പയറിന് വേണ്ടി, അങ്ങനെ പല പർപ്പസുകൾ. ദെൻ ഷെഡ്യൂളിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ്, ഒരു ടേം അവിടെ പറയുന്നുണ്ട്. എന്താണ്, അലൊക്കേഷൻ ഓഫ് അവൈലബിൾ കപ്പാസിറ്റി ഓർ റിസോഴ്സസ് ടു ജോബ്സ്, ആക്ടിവിറ്റീസ്, ടാസ്ക് ഓർ കസ്റ്റമേഴ്സ്. സോ നമ്മളുടെ കയ്യിലുള്ള അവൈലബിൾ ആയിട്ടുള്ള എല്ലാ തരത്തിലുള്ള ജോബുകളും അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള റിസോഴ്സസിനെയും കറക്റ്റായിട്ട് നമ്മൾ അസൈൻ ചെയ്യുക അല്ലേ. അത് ഓരോ ടൈമിനുള്ളിൽ തന്നെ കംപ്ലീറ്റ് ആക്കേണ്ടതുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മളത് ഷെഡ്യൂൾ ചെയ്യുക എന്നുള്ളതാണ് ഷെഡ്യൂളിംഗ് പ്രോസസ്സിലൂടെ വരുന്നത്. മറ്റൊരു ടേമാണ് സർവീസ് ലെവൽ എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. സർവീസ് ലെവൽ എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ SLA എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, SLA എന്ന് പറയുന്നത് ഈസ് എ കോൺട്രാക്ട്, ഇസ് ബിറ്റ്വീൻ ദ സർവീസ് പ്രൊവൈഡർ ആൻഡ് ഹിസ് ക്ലൈൻറ്റ്. അതായത് ഒരു സപ്ലയർ ഓർഗനൈസേഷനും അവരുടെ കസ്റ്റമർ ഓർഗനൈസേഷനും തമ്മിലുള്ള
ഒഫീഷ്യലായിട്ടുള്ള എഗ്രിമെൻറ്റിനെയാണ് അല്ലെങ്കിൽ ഒഫീഷ്യലായിട്ടുള്ള കോൺട്രാക്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സർവീസ് ലെവൽ എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. സോ ഇത് ഫോർത്ത് ഓർ തേർഡ് ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ ദിസ് ഇസ് വാട്ട് SLA. ദെൻ നമ്മൾ എന്തെല്ലാം സോഴ്സിങ് സ്ട്രാറ്റജീസ് ആണ് ബിസിനസ്സിൽ അഡോപ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത്. സിംഗിൾ സോഴ്സിങ് ഉണ്ടാവും, മൾട്ടി സോഴ്സിങ് ഉണ്ടാവും. അതായത് ഒറ്റ സപ്ലയറിൽ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന തീരുമാനങ്ങൾ എടുക്കാം, അല്ലെങ്കിൽ ഒന്നിലധികം സപ്ലയേഴ്സ്, അപ്പോൾ മൾട്ടിപ്പിൾ സോഴ്സിങ് അല്ലെങ്കിൽ മൾട്ടി സോഴ്സിങ് ആവും അത്. അതേപോലെ നമ്മൾക്ക് തന്നെ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണോ അല്ലെങ്കിൽ ഔട്ട്സോഴ്സ് ചെയ്യേണ്ടതാണോ, ഇങ്ങനെ പലതരത്തിലുള്ള ഡിസിഷൻസ് നമ്മൾ സോഴ്സിങ്ങുമായി ബന്ധപ്പെട്ട് ഒരു ബിസിനസ്സിൽ എടുക്കുന്നുണ്ട്. ദാറ്റ് ഈസ് വാട്ട് സോഴ്സിങ് സ്ട്രാറ്റജി. ദെൻ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്ന അടുത്തൊരു ടേം വരുന്നുണ്ട്. സ്പെസിഫിക്കേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ ആർ ദ മോസ്റ്റ് ഡീറ്റെയിൽഡ് മെത്തേഡ് ഓഫ് ഡിസ്ക്രൈബിങ് റിക്വയർമെൻറ്റ്സ്. എന്താണ്, നമ്മളുടെ ബിസിനസ്സിൻ്റെ ഏതൊക്കെ പ്രൊഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ആ പ്രൊഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടുന്ന റിക്വയർമെൻറ്റ്സ്, ദാറ്റ് മീൻസ് ദ ഡിസ്ക്രിപ്ഷൻസ് ഓഫ് ദി മെറ്റീരിയൽസ് ആൻഡ് കോമ്പോണൻറ്റ്സ് ടു ബി യൂസ്ഡ് ടു മേക്ക് ഇൻ എ പ്രൊഡക്റ്റ്. ഒരു പ്രൊഡക്റ്റ് കംപ്ലീറ്റ് ആക്കുന്നതിന് വേണ്ടി നമുക്ക് എന്തെല്ലാം കോമ്പോണൻറ്റ്സ് ആണ്, മെറ്റീരിയൽസ് ആണ്, പാർട്സ് ആണ് വേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്പെസിഫിക്കേഷൻസ് എന്ന് പറയുന്നത്. സോ ഡിപ്പെൻഡ്സ് ഓൺ ദ പ്രൊഡക്റ്റ്. എല്ലാ പ്രൊഡക്റ്റിനും എന്തായിരിക്കും, ഡിഫറെൻറ്റ് സ്പെസിഫിക്കേഷൻസ് ആയിരിക്കും ഉണ്ടാവുന്നത് അല്ലേ. കാരണം എന്താ, എല്ലാ പ്രൊഡക്റ്റും ഡിഫറെൻറ്റ് കോമ്പോണൻസും മെറ്റീരിയൽസും യൂസ് ചെയ്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ പ്രൊഡക്റ്റ് മാറുന്നതിനനുസരിച്ച് അതിൻ്റെ എന്തും മാറും, സ്പെസിഫിക്കേഷനും ചേഞ്ച് ചെയ്യും. ആൻഡ് അടുത്ത ടേം എന്ന് പറയുന്നതാണ് SOW അഥവാ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് വർക്ക് എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് എ ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ സ്പെസിഫിക് സർവീസസ് or task a contractor is required to perform under a contract. ഒരു കോൺട്രാക്റ്റിന് കീഴിൽ ഒരു കോൺട്രാക്ടർ പ്രിപ്പയർ ചെയ്യുന്ന, അയാൾ എന്തൊക്കെ ജോലികളാണ് ആ കോൺട്രാക്റ്റിന് കീഴിൽ ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡോക്യുമെൻ്റാണ്, ഡിസ്ക്രിപ്ഷനാണ് എന്ത്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് വർക്ക് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു രീതിയിൽ SOW എന്ന് പറയാം. അടുത്തത് സ്ട്രാറ്റജിക് അലയൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. സ്ട്രാറ്റജിക് അലയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ആക്ച്വലി ദാറ്റ് ഈസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 or more ഓർഗനൈസേഷൻ ആൻഡ് ദേ വിൽ ഡെഫിനറ്റ്ലി ഷെയർ ദെയർ ജോയിൻറ്റ് ടെക്നോളജീസ് ഓർ പ്രാക്ടീസസ് ഓർ ദെയർ റിസോഴ്സസ്. ഇതൊക്കെ അവർ ഷെയർ ചെയ്യും, ജോയിൻ്റായിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. കോമൺ പ്രോസസ്സുകളെല്ലാം രണ്ടു പേർക്കും ബെനിഫിഷ്യൽ ആവുന്ന രീതിയിൽ അവർ പ്രാക്ടീസ് ചെയ്യും. അതാണ് സ്ട്രാറ്റജിക് അലയൻസ് എന്ന് പറയുന്നത്. ദെൻ മറ്റൊരു ടേം എന്ന് പറയുന്നതാണ്, അടുത്ത 2-3 ടേം നമുക്ക് ഒരുമിച്ച് തന്നെ അങ്ങ് പറഞ്ഞു പോവാം. സപ്ലയർ ഡെവലപ്മെൻറ്റ് ട്രെയിനിങ് ഉണ്ട്, സപ്ലയർ ഇൻ്റഗ്രേഷൻ ഇൻ ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് ഉണ്ട്, സപ്ലയർ ഇൻ്റലിജൻസ്, സപ്ലയർ പെർഫോമൻസ് ഇവാലുവേഷൻ, സപ്ലയർ കസ്റ്റമർ പാർട്ട്ണർഷിപ്പ്. ഇതെല്ലാം എന്താണ്, ഓരോന്നിലും സപ്ലയറെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നതെന്ന് മനസ്സിലായല്ലോ അല്ലേ. അപ്പോൾ സപ്ലയേഴ്സിനെ പ്രോപ്പറായ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്, ട്രെയിനിങ് കൊടുക്കേണ്ടതുണ്ട് അല്ലേ. കാരണം അവരുടെ ടെക്നിക്സ്, അവരുടെ ക്വാളിറ്റി ടെക്നിക്സ് ഇമ്പ്രൂവ് ചെയ്യാനും അവരുടെ പ്രോസസ്സ് പ്രോപ്പറായ രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാനും അവർക്ക് വേണ്ടുന്ന എക്സാക്ട് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് പ്രൊവൈഡ് ചെയ്യാനും അതിലൂടെ നമ്മളുടെ ബിസിനസ്സിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയും ഇൻക്രീസ് ചെയ്യാൻ പറ്റും അല്ലേ, മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റി. അപ്പോൾ സപ്ലയേഴ്സ് എത്രമാത്രം പെർഫോം ചെയ്യുന്നുണ്ടോ നല്ല രീതിയിൽ, അതിനനുസരിച്ചുള്ള ബെനിഫിറ്റ് നമ്മളുടെ ബിസിനസ്സിന് ഉണ്ടാവും എന്നുള്ളതാണ്. അതുപോലെ പുതിയ ബിസിനസ് ഡിസിഷൻസ് ഒക്കെ എടുക്കുമ്പോൾ അവരെ കൂടി നമ്മളുടെ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ഭാഗമാക്കുക. ദെൻ അതേപോലെ തന്നെ അവരെ പ്രോപ്പറായിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് മാർക്കറ്റ് പ്ലേസിൽ, എങ്കിലാണ് അവരുടെ നെഗറ്റീവായിട്ടുള്ള പെർഫോമൻസിനെ കുറിച്ച് നമുക്ക് അപ്ഡേഷൻസ് കിട്ടുന്നുണ്ടാവുള്ളൂ. അതിനനുസരിച്ച് അവരുടെ പെർഫോമൻസിനെ ഇവാലുവേറ്റ് ചെയ്യുക, അത് കറക്റ്റായിട്ട് റിവാർഡ്സ് കൊടുക്കുക, കസ്റ്റമറും സപ്ലയറും തമ്മിലുള്ള ഒരു പാർട്ട്ണർഷിപ്പ് നല്ല രീതിയിൽ നറിഷ് ചെയ്ത് കൊണ്ടുവരിക. ബിക്കോസ് ഇറ്റ്സ് എ ടീം വർക്ക് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മ്യൂച്വലായ രീതിയിൽ ബെനിഫിറ്റ് കിട്ടുന്ന രീതിക്ക് ഈ കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഇതൊക്കെയാണ് അവിടെ വരുന്നത്. ദെൻ അടുത്ത ടേം എന്ന് പറയുന്നതാണ് സപ്ലൈ ചെയിൻ ഡിസൈൻ എന്ന് പറയുന്നത്. സപ്ലൈ ചെയിൻ ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലല്ലേ, സപ്ലൈ ചെയിനിൽ ഒരുപാട് പാർട്ട്നേഴ്സ്, അതായത് ഇൻഡിവിജ്വൽസ് ഉണ്ടാവാം, ഓർഗനൈസേഷൻസ് ഉണ്ടാവാം, ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ സപ്ലൈ ചെയിനിൽ വരുന്ന പാർട്ട്നേഴ്സിൻ്റെ സെലക്ഷൻ, അതിൽ തന്നെ നമ്മളുടെ വെയർ ഹൗസ് എവിടെ വേണം, അതിൻ്റെ ലൊക്കേഷൻ എവിടെ വേണം, നമ്മളുടെ പ്രൊഡക്റ്റ് എത്രമാത്രം വേണം തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ, നമ്മളുടെ ട്രാൻസ്പോർട്ടേഷൻ്റെ മെത്തേഡ്സ്, അതുതന്നെ പലതരത്തിലുള്ള മോഡുണ്ട് ട്രാൻസ്പോർട്ടേഷൻ അല്ലേ. അപ്പോൾ നമ്മളുടെ ഫിനാൻഷ്യൽ കപ്പാസിറ്റി അനുസരിച്ച് കൂടി നമ്മൾ ഏതെല്ലാം മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇങ്ങനെ പലതരത്തിലുള്ള ഡിസിഷൻസ് എടുക്കുന്ന ആ ഒരു പ്രോസസ്സാണ് എന്ത്,
സപ്ലൈ ചെയിൻ ഡിസൈൻ എന്ന് പറയുന്നത്. സിംപ്ലി ദാറ്റ് മീൻസ് ഹൗ ടു സ്ട്രക്ചർ എ സപ്ലൈ ചെയിൻ. നമ്മളുടെ സപ്ലൈ ചെയിനെ എങ്ങനെയാണ് സ്ട്രക്ചർ ചെയ്യേണ്ടത് എന്നാണ് അവിടെ തീരുമാനിക്കേണ്ടത്. അതിനെയാണ് സപ്ലൈ ചെയിൻ ഡിസൈൻ എന്ന് പറയുന്നത്. അടുത്തൊരു ടേം എന്ന് പറയുന്നതാണ് ടാർഗറ്റ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. സോ ടാർഗറ്റ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് എന്താ? നമുക്കൊരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു കോസ്റ്റ് ഒബ്ജക്റ്റീവ് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളുടെ പ്രൊഡക്റ്റിനെ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? ടാർഗറ്റ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റ്, ഒരു പെൻ ഞാൻ മാനുഫാക്ചർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു കപ്പാസിറ്റിക്ക് അനുസരിച്ച് ആ പെന്നിൻ്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ 10 രൂപയ്ക്കുള്ളിൽ നിർത്തണം, അല്ലെങ്കിൽ 5 രൂപയ്ക്കുള്ളിൽ നിർത്തണം എന്ന് ഞാൻ തീരുമാനിക്കുകയാണെങ്കിൽ അതാണ് എൻ്റെ ടാർഗറ്റ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ടാർഗറ്റ് കോസ്റ്റിനനുസരിച്ചായിരിക്കണം ഞാൻ എൻ്റെ ഈ പെന്നിൻ്റെ പ്രൊഡക്ഷൻ പ്രോസസ്സുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാം തന്നെ ഡിസൈൻ ചെയ്യേണ്ടത്. മനസ്സിലായോ? അപ്പോൾ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഡിസൈനിങ് എ പ്രൊഡക്റ്റ് ടു മീറ്റ് എ സ്പെസിഫിക് കോസ്റ്റ് ഒബ്ജക്റ്റീവ്. ഒരു കോസ്റ്റ് ഒബ്ജക്റ്റീവ് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മളൊരു പ്രൊഡക്റ്റിനെ അതിനനുസരിച്ച് അക്കോർഡിംഗ്ലി ഡിസൈൻ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എന്ത്? ടാർഗറ്റ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ദെൻ ടോട്ടൽ കോസ്റ്റ് ഓഫ് ഓണർഷിപ്പ് എന്ന് പറഞ്ഞാൽ TCO എന്ന് ചുരുക്കത്തിൽ പറയാം. അതിൽ പറയുന്നത് ഇത്രയേ ഉള്ളൂ. സപ്ലൈ ചെയിനുമായി അസോസിയേറ്റ് ചെയ്ത് വരുന്ന എല്ലാ കോസ്റ്റുകളെയുമാണ് നമ്മൾ എന്ത് പറയുന്നത്? TCO എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ സപ്ലൈ ചെയിനിൽ എന്തൊക്കെ കോസ്റ്റുകളാണ് ടോട്ടലി അസോസിയേറ്റ് ചെയ്ത് വരുന്നത്? സപ്ലൈ ചെയിൻ നിങ്ങൾ ആദ്യം തുടങ്ങിയിട്ടേ അതിൻ്റെ പല സ്റ്റേജസിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നതാണ്. ഇപ്പോൾ ഇനീഷ്യലി സപ്ലൈ ചെയിനിൽ പ്രൊക്യൂർമെൻറ്റ് തുടങ്ങി അവിടെ ട്രാൻസ്പോർട്ടേഷൻ, വെയർ ഹൗസിങ്, മെറ്റീരിയൽ ഹാൻഡ്ലിങ് ഉണ്ടാവുന്നുണ്ട്. ദെൻ അതേപോലെ ഇൻവെൻട്രി മാനേജ്മെൻ്റ് ഉണ്ട്, ഇൻവെൻട്രി കൺട്രോൾ ഉണ്ട്, ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, പാക്കേജിംഗ് ഉണ്ട്, അല്ലേ? ഒരുപാട് തരത്തിലുള്ള ആക്ടിവിറ്റീസ് നടക്കുന്നതിനോടൊപ്പം കൺസേൺഡ് ആയിട്ടുള്ള കോസ്റ്റുകൾ നമ്മളവിടെ ഇൻകർ ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ സപ്ലൈ ചെയിൻ സ്ട്രീമിൽ വരുന്ന ടോട്ടൽ കോസ്റ്റുകൾ എന്തുമാത്രമാണ്, അതിൻ്റെ സമ്മിനെയാണ് എന്ത് പറയുന്നത്? ടോട്ടൽ കോസ്റ്റ് ഓഫ് ഓണർഷിപ്പ് അല്ലെങ്കിൽ TCO എന്ന് പറയുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് ടേം ഇസ് ടോട്ടൽ കോസ്റ്റ്. സോ ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ദ സം ഓഫ് വേരിയബിൾ, ഫിക്സഡ് ആൻഡ് സെമി വേരിയബിൾ കോസ്റ്റ്. സോ നമ്മളുടെ ബിസിനസ്സിൽ തന്നെ വരുന്ന പല കാറ്റഗറി ഓഫ് കോസ്റ്റാണ് ഈ സെമി വേരിയബിൾ കോസ്റ്റ്, ഫിക്സഡ് കോസ്റ്റ് ആൻഡ് വേരിയബിൾ കോസ്റ്റ് എന്നൊക്കെ പറയുന്നത്. സോ ഇതിൻ്റെ മൂന്നിൻ്റെയും സമ്മിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്. സോ വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? നോർമലി ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച്, ഔട്ട്പുട്ടിൻ്റെ വോള്യൂം ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് കോസ്റ്റിലും ചേഞ്ചസ് ഉണ്ടാവുന്ന കൈൻഡ് ഓഫ് കോസ്റ്റുകളാണ് എന്ത്? ഈ ഒരു വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ അതേപോലെ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ, that will be fixed at all time irrespective of the volume of the output. ഓക്കെ, ഇപ്പോൾ റെൻറ്റ്, സാലറി, ഇൻഷുറൻസ്, ഇപ്പോൾ ലോൺ റീപേയ്മെൻറ്റ്സ്, ഇങ്ങനെയുള്ളതൊക്കെ നമുക്ക് ഏതിൽ പെടുത്താം? ഫിക്സഡ് കോസ്റ്റുകളായിട്ട് പെടുത്താം. എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് എ കോസ്റ്റ് ദാറ്റ് ഡസൻറ്റ് ചേഞ്ച് വിത്ത് ആൻ ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ദി നമ്പർ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഓർ സോൾഡ്. നമ്മൾ വിൽക്കുന്നതോ പ്രൊഡ്യൂസ് ചെയ്യുന്നതോ ഏതായാലും അതിൻ്റെ ഔട്ട്പുട്ടിൽ വരുന്ന വേരിയേഷൻ കോസ്റ്റിനെ ബാധിക്കുന്നില്ല. അത്തരത്തിലുള്ളതാണ് എന്ത്? ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് കോസ്റ്റ് ദാറ്റ് വിൽ ഷോ വേരിയേഷൻസ് ആസ് പെർ ദ ചേഞ്ചസ് ഇൻ ദി ലെവൽ ഓഫ് പ്രൊഡക്ഷൻ. പ്രൊഡക്ഷൻ്റെ ലെവലിൽ ചേഞ്ചസ് ഉണ്ടാവുന്നതിനനുസരിച്ച്, അല്ലെങ്കിൽ വോളിയം ഓഫ് ഔട്ട്പുട്ടിൽ ചേഞ്ചസ് ഉണ്ടാവുന്നതിനനുസരിച്ച്, ദാറ്റ് മീൻസ് ഡിപ്പെൻഡിങ് ഓൺ ദ വോളിയം ഓഫ് ദ പ്രൊഡക്ഷൻ ആണ് എന്ത് വരുന്നത്? വേരിയബിൾ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുന്നതും ഡിക്രീസ് ചെയ്യുന്നതും ഒക്കെ വരുന്നത്. ഇപ്പോൾ നമ്മൾ കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽസ് ഒക്കെ പ്രൊഡക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചെയ്യാം? പ്രൊഡക്ഷൻ്റെ കോസ്റ്റിൽ വേരിയേഷൻസ് വരാം, അല്ലേ? അപ്പോൾ ആ രീതിയിലുള്ളതൊക്കെയാണ് എന്ത്? വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി സെമി വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുമ്പോഴെന്താ? സെമി ഫിക്സഡ് കോസ്റ്റ് എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ മിക്സഡ് കോസ്റ്റ് എന്ന് പറയാം. സോ ദാറ്റ് ഈസ് എ കോസ്റ്റ് വിച്ച് ഇസ് കമ്പോസ്ഡ് ഓഫ് എ മിക്സ്ചർ ഓഫ് ദിസ് ബോത്ത് ഫിക്സഡ് ആൻഡ് വേരിയബിൾ കോമ്പോണൻസ്. രണ്ട് കോമ്പോണൻസിൻ്റെയും രണ്ട് ഫീച്ചേഴ്സും ആഡ് ചെയ്ത് വരുന്ന കൈൻഡ് ഓഫ് കോസ്റ്റ് ആണ് എന്ത്? സെമി വേരിയബിൾ അല്ലെങ്കിൽ മിക്സഡ് കോസ്റ്റ് എന്നൊക്കെ പറയുന്നത്. സോ നമുക്ക് ഇത്തരത്തിലുള്ള കോസ്റ്റുകൾ എന്ന് പറയുന്നത് ഒരു സെറ്റ് ലെവൽ ഓഫ് പ്രൊഡക്ഷൻ വരെയും ഫിക്സഡ് ആവുകയും പിന്നീട് അതെന്ത് ചെയ്യും? ആ പ്രൊഡക്ഷൻ ലെവൽ എക്സീഡ് ചെയ്യുന്നതിനനുസരിച്ച് വേരി ചെയ്തുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. ഇപ്പോൾ നമ്മൾ റിപ്പയർസ് ആൻഡ് മെയിൻ്റനൻസിൻ്റെ, അതേപോലെ ഇലക്ട്രിസിറ്റി ബിൽസ് ഒക്കെ നമ്മളൊരു ബെസ്റ്റ് എക്സാമ്പിളായിട്ട് പറയുന്നതാണ്. ബിക്കോസ് അതിൽ ഒരു ബേസിക് റേറ്റ് ഉണ്ടാവും, അല്ലേ? ദെൻ ആഫ്റ്റർ ദാറ്റ് നമ്മളുടെ കൺസംഷൻ കൂടുന്നതിനും കുറയുന്നതിനും അനുസരിച്ച് എന്ത് ചെയ്യും? ഈ കോസ്റ്റ് എന്ന് പറയുന്നത് വേരി ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അവിടെ ഒരു ഫിക്സഡ് നേച്ചറിലുള്ളതുകൊണ്ട് എന്നാൽ വേരിയബിൾ നേച്ചറിലുള്ളതുമുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കോസ്റ്റുകൾ, ഈ മൂന്ന് തരത്തിലുള്ള കോസ്റ്റുകളും ആഡ് ചെയ്യുന്നതിനെയാണ്, അതിൻ്റെ സമ്മിനെയാണ് നമ്മൾ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് പിന്നീട് വരുന്നതാണ് ടോട്ടൽ പ്രൊഡക്റ്റീവ് മെയിൻ്റനൻസ്.
ടോട്ടൽ പ്രൊഡക്റ്റീവ് മെയിൻ്റനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിതിന് മുമ്പ് കഴിഞ്ഞ ഏതോ ക്ലാസ്സിൽ പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് എന്ന് പറയുന്ന ഒരു ടേം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, മെഷീനറീസൊക്കെ യാതൊരു രീതിയിലും അതിൻ്റെ വർക്ക് ടൈമിൽ ബ്രേക്ക് ഡൗൺസ് ആവാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രിവെൻഷൻ്റെ ഭാഗമായി നമ്മൾ ചെയ്യുന്ന ബേസിക് ആയിട്ടുള്ള ക്ലീനിങ് ആക്ടിവിറ്റീസ്, അതിൻ്റെ മെയിൻ്റനൻസ്, റിപ്പയർസ്, ഇതൊക്കെയാണ് പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. സോ അത് നമ്മൾ ഈ മെഷീനറീസിൻ്റെ കേസിൽ മാത്രം ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ത്, പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. ആൻഡ് ഓർഗനൈസേഷനെ സംബന്ധിച്ച് നോക്കുമ്പോഴേക്കും നമ്മളുടെ ഓർഗനൈസേഷൻ്റെ ഈ പ്രിവെൻറ്റീവ് മെയിൻ്റനൻസിൻ്റെ കൂടെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമ്മളുടെ ഓർഗനൈസേഷനെ മോഡിഫൈ ചെയ്യാനും എക്യുപ്മെൻറ്റ്സിൻ്റെ ഫ്ലെക്സിബിലിറ്റി ഇൻക്രീസ് ചെയ്യാനും അതിനെ റിഫൈൻ ചെയ്യാനും മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് റെഡ്യൂസ് ചെയ്യാൻ അതേപോലെ കണ്ടിന്യൂസ് ഫ്ലോ പോസിബിൾ ആക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസും, അതായത് പ്രിവെൻറ്റീവ് മെയിൻ്റനൻസിൻ്റെ കൂടെ നമ്മൾ ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസും, അതിനെ ടോട്ടലി പറയുന്ന ടേമാണ് ടോട്ടൽ പ്രൊഡക്റ്റീവ് മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനടുത്തത് ട്രെയിനിങ് എന്ന് പറയുന്ന ടേമാണ്. ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. സോ പ്രോപ്പറായ രീതിയിലുള്ള ട്രെയിനിങ് നമ്മളുടെ ഓർഗനൈസേഷനിലെ പേഴ്സണൽസിന്. സോ പേഴ്സണൽ എന്നുള്ളതിൽ 2 എണ്ണം കൊടുത്തിട്ടുള്ളത് ശ്രദ്ധിച്ചിട്ടുണ്ടാവണം. അത് എന്താണ്, നമ്മളുടെ ഉദ്യോഗസ്ഥർ എന്നുള്ള നെയിമിൽ ആ ഒരു ഇൻഡിക്കേഷനാണ് വരുന്നത്. പേഴ്സണൽ വ്യക്തിപരമായ എന്നുള്ളതല്ല, ഡബിൾ എൻ ഉണ്ടെങ്കിൽ ഉദ്യോഗസ്ഥർ. അപ്പോൾ അവർക്ക് പ്രോപ്പറായി പീരിയോഡിക്കലി നമ്മൾ എന്ത് ചെയ്യണം, അവരുടെ എത്തിക്കലായിട്ടുള്ള രീതിയിലും പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിലുള്ള സ്റ്റാൻഡേർഡ്സ് ഒക്കെ മീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് വർക്ക് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി അവർക്ക് ഉണ്ടാവണമെങ്കിൽ വി ഹാവ് ടു ഗിവ് ദം ആംപിൾ ട്രെയിനിങ് ത്രൂ ടൈം ഇൻ്റർവെൽസ്. ഫൈനലി വെയർ ഹൗസ് മാനേജ്മെൻറ്റ് ലേഔട്ടാണ്. സോ വെയർ ഹൗസ് മാനേജ്മെൻറ്റ് ലേഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, നമ്മളുടെ വെയർ ഹൗസിനുള്ളിലുള്ള കറക്റ്റായിട്ടുള്ള പൊസിഷൻസ് പ്രോപ്പറായ രീതിയിൽ അറേഞ്ച് ചെയ്യുക, ഏതൊക്കെ സെക്ഷൻസ് ഉണ്ടാവണം, അതിനിടയിൽ വരുന്ന ഏസിൽസ് എന്ന് പറഞ്ഞാൽ എന്താ, ഗ്യാപ്സ് ബിറ്റ്വീൻ ദ ഷെൽഫ്സ് അല്ലേ, അതൊക്കെ എങ്ങനെ വേണം, സ്റ്റോറേജ് ഏരിയാസ് എവിടെയൊക്കെ ആയിരിക്കണം, ഇങ്ങനെ വെയർ ഹൗസിനുള്ളിലുള്ള ആ ഒരു ലേ ഔട്ട്, ഒരു ഇൻറ്റീരിയർ എങ്ങനെ വേണം എന്നുള്ളതാണ് വെയർ ഹൗസ് മാനേജ്മെൻറ്റ് ലേ ഔട്ട് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഇതോട് കൂടിയിട്ട് സപ്ലൈ ചെയിൻ ടേംസ് എന്ന് പറയുന്നത് നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. അത് കഴിഞ്ഞു, ആ ഒരു ടോപ്പിക്ക് കഴിഞ്ഞു കേട്ടോ. താങ്ക് യു.